ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ്, ഇന്നലെ നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സാണല്ലോ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഫീച്ചർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസിക്കൽ ഡൈക്കോട്ടമി, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഓർ ദി മോസ്റ്റ് പ്രോമിനൻറ്റ് ഓഫ് ഇക്കണോമിക് സ്കൂൾസ്. നമ്മൾ ഏറ്റവും പ്രോമിനൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം വന്നതിൽ നമുക്ക് കെയ്ൻഷ്യൻ ഇക്കണോമിക്സിനൊക്കെ മുമ്പ് ഒന്നുമല്ല ക്ലാസിക്കൽ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, മലയാളത്തിൽ പറയുന്നത് ചിന്താധാര ആണ് ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. അവരുടെ അടിത്തറയിൽ നിന്നാണ് പിന്നീട് ഇക്കണോമിക്സ് എല്ലാം വന്നത്. അതുകൊണ്ട് ഇവർ ഭയങ്കര പ്രധാനപ്പെട്ട. അത് നമ്മൾ കണ്ടു ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്, ലേസർ ഫെയർ പോളിസി ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദി ഗവൺമെൻറ്. ഓക്കെ, ദി ഐഡിയ ഓഫ് ദി ലേബർ തിയറി ഓഫ് വാല്യൂ, ഡിവിഷൻ ഓഫ് ലേബർ, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ്. ഓക്കെ, then what you can say, the full employment economy, full employment, wait a second, full employment economy, അതെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് വർക്കിംഗ് ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം, ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി. ഓക്കെ, എന്താണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി? അപ്പോൾ നമുക്ക് ഡൈക്കോട്ടമി എന്താണെന്ന് കാണാം. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ടു സെപ്പറേറ്റ് സെക്ടേഴ്സ് എന്നാണ്. എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് ടു സെപ്പറേറ്റ് സെക്ടേഴ്സ്. ഓക്കെ, എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് ടു സെപ്പറേറ്റ് സെക്ടേഴ്സ്. അതാണ് നമ്മൾ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഡൈക്കോട്ടമി, ഡുവൽ എന്നുള്ള വാക്കിൽ നിന്ന് ഇതൊക്കെ സംഭവമൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നു കേട്ടോ. ഡുവൽ എന്ന് പറഞ്ഞാൽ ഡബിൾ, ടു ഡബിൾ, ഡുവൽ, ഡൈക്കോട്ടമി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് ടു സെക്ടേഴ്സ്. അപ്പോൾ ക്ലാസിക്കൽ തിയറി വരുന്നുണ്ട്, there are two different sectors which cannot be mingled. Okay, or one sector cannot influence the other sector. Okay, that is the idea of dichotomy. One sector can't influence the other sector, sector. Okay, so that is the meaning of the dichotomy. ഇനി ഏത് ആംഗിളിലാണ് ഇക്കണോമിക്സിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ഈ ക്ലാസിക്കൽ തിയറിയിൽ ഡൈക്കോട്ടമി ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ക്ലാസിക്കൽ ഡൈക്കോട്ടമി, ലെറ്റ് മീ ഡിലീറ്റ് ഓൾ ദിസ് പാർട്സ് സോ ദാറ്റ് യു ക്യാൻ സീ ദി റിലേറ്റേഴ്സ് പ്രോപ്പർലി. ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പോവില്ല. അപ്പം നമുക്ക് വന്ന് ഡിലീറ്റ് ചെയ്യുന്നു. Okay, so classical dichotomy explains existence of two separate segments or sectors. Okay, നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് പയ്യെ വരുന്നതല്ലേ ഉള്ളൂ. സെഗ്മെൻറ്റ്സ് ഓർ സെക്ടേഴ്സ്, സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്ടർ, ഡിവിഷൻ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എക്സ്പ്ലെയിൻസ് എക്സിസ്റ്റൻസ് നിലനിൽക്കുക. ഓക്കെ, എന്താണ് നിലനിൽക്കുക? അപ്പം എക്സിസ്റ്റൻസ് ഓഫ് ടു സെപ്പറേറ്റ്, വ്യത്യാസപ്പെട്ട സെഗ്മെൻറ്റ്സ്, വിത്തൗട്ട് കൂടാതെ. ഓക്കെ, മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം. ഓക്കെ, പരസ്പരം യാതൊരു സ്വാധീനവും ഇല്ലാതെ, പരസ്പരം യാതൊരു സ്വാധീനവും ഇല്ലാതെ രണ്ട് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നിലനിൽക്കുന്നു ഇക്കോണമിയിൽ എന്നാണ് ഈ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ടു സെക്ടേഴ്സ് ആണ് ഡൈക്കോട്ടമി, നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ. ഹിയർ ഡൈക്കോട്ടമി മീൻസ് ദ മോണിറ്ററി സെക്ടർ ഓർ വേരിയബിൾസ് cannot influence the real sector or variables. അപ്പോൾ നമുക്ക് രണ്ട് സെക്ടർ പിടികിട്ടി. ഒന്ന് മോണിറ്ററി സെക്ടർ, സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ മണി, മണി പ്രൈസ് ലെവൽ. ഓക്കെ, സോ വാട്ട് വി ക്യാൻ സേ, ദ മോണിറ്ററി എക്സ്പ്രഷൻ ഓഫ് ഗുഡ്സ് ഓഫ് ദ പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി, മണി വേജ് റേറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മണി സപ്ലൈ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മണി അതിൻ്റെ സപ്ലൈ, അതൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ, മണി സപ്ലൈ. അപ്പോൾ ഇനി അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ളൊരു സംഭവമാണല്ലോ പ്രൈസ് ലെവൽ. നമ്മളതിനെ പ്രൈസ് ലെവലിന് വില നിലവാരം എന്നാണ്. അത് നമ്മൾ കൂടുതൽ വില നിലവാരം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ വഴിയാണ്. ഇൻഫ്ലേഷൻ വിലപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ 11 രൂപയോ അല്ലെങ്കിൽ 12 രൂപയോ സാധനത്തിന് വില കൂടും. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 100 ഗ്രാം ആണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ചെല്ലുമ്പോൾ 80 ഗ്രാം ആയിരിക്കും. ശരിയല്ലേ? 100 ഗ്രാമിന്. അപ്പോൾ തൂക്കം കുറയുക. ബിസ്ക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ? ബിസ്ക്കറ്റ് നമ്മൾ എന്താ ചെല്ലുക, 10 രൂപയുടെ ബിസ്ക്കറ്റ് നമ്മൾ ഒരു വർഷം മുമ്പ് മേടിച്ച 10 രൂപയുടെ ബിസ്ക്കറ്റ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 150 ഗ്രാമാണ്, ഇപ്രാവശ്യം അവർ 100 ഗ്രാമായിട്ട് കുറച്ചു. വിലയൊക്കെ 10 രൂപ തന്നെ, പക്ഷേ സൈസ് കുറഞ്ഞു അല്ലേ, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അവരത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സാധനങ്ങളുടെ വില അങ്ങ് കൂടി പോവുക. അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇൻഫ്ലേഷൻ ഒരു മണിയായിട്ട് ബന്ധപ്പെട്ട കാര്യം, മണി സപ്ലൈ. ഓക്കെ,
then money supply, then you can price level, then നോമിനൽ വേജ് റേറ്റ് അല്ലെങ്കിൽ മണി വേജ് റേറ്റ് എന്ന് പറയും. അതൊക്കെ ചില ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കിപ്പോൾ അത് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് പിന്നീട് പഠിച്ചാൽ മതി. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് വറിയിടാണ്ട. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് എന്താണ് മണി വേജ് റേറ്റ്. ഓക്കെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ റിയൽ സെക്ടറുമായിട്ട് ബന്ധമൊന്നുമില്ല. ബന്ധം ഉണ്ടായിരിക്കും, പക്ഷേ ഒരു മോണിറ്ററി വേരിയബിൾസിന് റിയൽ സെക്ടറിനെ സ്വാധീനിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. അപ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാം? മോണിറ്ററി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ മണി സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് ഈ നമ്മുടെ റിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, നമ്മൾ റിയലായിട്ട് കാണുന്നത് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതുക കേട്ടോ. പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. റിയൽ വേജ് റേറ്റ്, നമുക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന വേജ് റേറ്റ്, അത് റിയൽ വേജ് റേറ്റ് നമ്മളോട് ഞാൻ പിന്നീട് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇക്കോണമിയിൽ മോണിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, സംതിങ് വിച്ച് യു ക്യാൻ ഓൾവേസ് ഫീൽ ആസ് മോണിറ്ററി. അപ്പോൾ അത് മണി സപ്ലൈ, ഇൻഫ്ലേഷൻ, പ്രൈസ് ലെവൽ, റിയൽ മണി വേജ് റേറ്റ്, അങ്ങനെ. പിന്നെ പ്രൊഡക്ഷൻ അതും അല്ലല്ല, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് റിയലായിട്ട് നമ്മൾ മുമ്പ് നിൽക്കുക, അതാണ് പ്രൊഡക്ഷൻ. എംപ്ലോയ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന തൊഴിലാണ്, അല്ലേ? ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രമാത്രം ഹ്യൂജ് എമൗണ്ട് ഓഫ് മെഷീനറീസ്, റിയൽ വേജ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വേജ് വെച്ച് നമുക്ക് എത്രമാത്രം സാധനങ്ങൾ മേടിക്കാൻ പറ്റും, അതാണ് റിയൽ വേജ് റേറ്റിൻ്റെ ഒരു ഡയമെൻഷൻ. അപ്പോൾ ഇതെല്ലാം റിയൽ ഫാക്ടേഴ്സാണ്. ഈ റിയൽ ഫാക്ടേഴ്സിനെ മണി സപ്ലൈ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ല എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൂട്ടിയോ കുറച്ചോ ഇതിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ടായിട്ട് അങ്ങനെ നിൽക്കും. പരസ്പര ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാതെ, ബന്ധം ഉണ്ടായിരിക്കും പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാതെ, മ്യൂച്വൽ ഇൻഫ്ലുവൻസ് എന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്. ഓക്കെ. സോ അതാണ് എന്താണ് ഡൈക്കോട്ടമി. ഡൈക്കോട്ടമി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് ടു ഡിഫറെൻറ്റ് സെക്ടേഴ്സ് വിച്ച് ക്യാൻ വിത്തൗട്ട് എനി മ്യൂച്വൽ ഇൻഫ്ലുവൻസ്. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയാല്ലേ. അപ്പോൾ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നാണ് അതിനർത്ഥം. പരസ്പരം ഇൻഫ്ലുവൻസ് അല്ലാതെ രണ്ട് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നിൽക്കുക. ആ സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ആ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഒരു സെക്കൻഡ്. ഓക്കെ. ഏതൊക്കെയാണ്? റിയൽ സെക്ടർ ആൻഡ് മോണിറ്ററി സെക്ടർ. ഓക്കെ. എന്താണ് റിയൽ സെക്ടർ ആൻഡ് മോണിറ്ററി സെക്ടർ? ഒരു സെക്കൻഡ്. റിയൽ സെക്ടർ ആൻഡ് മോണിറ്ററി സെക്ടർ. ഓക്കെ. ആൻഡ് ഈ ബോക്സിൽ നമ്മളത് പറയുക എങ്ങനെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെന്ന്. ഇങ്ങനെ ഇക്കണോമിക്സിലുണ്ടല്ലോ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ +2 ഒക്കെ അല്ലേ ഇക്കണോമിക്സ് പഠിച്ചുള്ളൂ. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഈ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രത്യേക സ്റ്റൈലുണ്ട് ഇക്കണോമിക്സിൽ. നമ്മൾ ചിലപ്പം ഡയഗ്രത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലേ? നമുക്ക് അറിയാനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡയഗ്രത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഡയഗ്രത്തിന് ഇക്കണോമിക്സിൽ വലിയ റോളുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? പലപ്പോഴും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡയഗ്രത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതങ്ങനെ അത് പോട്ടെ. പിന്നെ അല്ലാതെ നമുക്ക് ഇക്വേഷനിൽ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ. സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇക്കണോമിക് തിങ്സ് ത്രൂ ഇക്വേഷൻസ്, ത്രൂ ഡയഗ്രാംസ്, ത്രൂ നരേഷൻസ്. ദാറ്റ് റൈറ്റ് നൗ വാട്ട് ഐ ആം ഡൂയിങ് നൗ. ഓക്കെ. സോ ഇതാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ഇങ്ങനെ വാക്കിൽ പറയുക, അല്ലേ? വാക്കുകളിൽ കൂടെ നമ്മൾ ഭാഷയിൽ ഇങ്ങനെ പറയുക. അങ്ങനെ നമുക്ക് പറയാം. ഇങ്ങനെ 3 സ്റ്റൈൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റൈൽ, ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റൈൽ ഡയഗ്രാം, ദിസ് ഇസ് ദ തേർഡ് സ്റ്റൈൽ, ആൻഡ് ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ അൻ ഇല്ലസ്ട്രേഷൻ. സെയിം സ്റ്റൈലാണ്, അല്ല അതുപോലെയൊക്കെ അനുവദിച്ചാൽ വേറൊരു സ്റ്റൈലാണ്. നമുക്ക് പല ഇങ്ങനെ ഷോർട്ടായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? കറൻസി പ്രിൻറ്റ് ചെയ്യുക, പ്രിൻറ്റഡ് കറൻസി. വാട്ട് ഈസ് ദാറ്റ്? പ്രിൻറ്റഡ് കറൻസി. അപ്പോൾ പ്രിൻറ്റഡ് കറൻസിയുടെ സപ്ലൈ കൂടി. അപ്പോൾ അതാണ് മണി സപ്ലൈ കൂടി എന്ന് പറഞ്ഞാൽ. മണി സപ്ലൈ കൂടി. ഓക്കെ. മണി സപ്ലൈ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് ലെവൽ കൂടും. ശരിയല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. നമ്മളെല്ലാം തുടക്കക്കാരാണല്ലോ. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വിചാരിക്കുക ഈ ഇക്കോണമി ലോകത്തിൽ അരി എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അരി ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും, എൻ്റെ എക്സാമ്പിൾ കേട്ടോ, അരി മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അരി നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ കൂടുന്നതാണ്. അപ്പോൾ അരി എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം ഉണ്ട്. എത്രയാണ്? 10 കിലോഗ്രാം ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇക്കോണമിയിൽ വേറൊരു സാധനവും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വേറൊരു സാധനം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ചിക്കനില്ല, മട്ടണില്ല, അല്ലെങ്കിൽ ബിസ്ക്കറ്റില്ല, ഇതൊന്നുമില്ല. ഇക്കോണമിയിൽ ഒരു സാധനമുള്ളൂ, അരി. 10 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അരി. ഓക്കെ. ദെൻ 500 രൂപയുടെ മണി സപ്ലൈ ഇക്കോണമി നടക്കുന്നുണ്ട്. 500 രൂപയുടെ മണി സപ്ലൈ. 100 രൂപ 2 രൂപയായിട്ട് 500 രൂപയില്ല കേട്ടോ, ഇന്ത്യയുടെ നോട്ടില്ല. അവർ 2 രൂപയൊക്കെ ആയിട്ടാണ് അങ്ങനെ 500 രൂപ ഇക്കോണമി മൊത്തം മണി സപ്ലൈ. ഇപ്പോൾ ഇന്ത്യയിൽ ഇക്കോണമിയിൽ 26 ലക്ഷം കോടി രൂപയുടെ മണി സപ്ലൈ ഉണ്ട്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 500 രൂപയുള്ളൂ ഇക്കോണമി മണി സപ്ലൈ. അപ്പോൾ ഇക്കോണമിയിൽ എല്ലാവരും 500 രൂപയുടെ 1 രൂപയൊക്കെ വെച്ചുള്ള രൂപ നോട്ട് അതെല്ലാവരും എന്ത് മേടിക്കാനാണ് ഉപയോഗിക്കുന്നത്? അരി മേടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അരിയല്ല വേറൊരു സാധനം മേടിക്കാനില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം അരിയുടെ വില എത്രയായിരിക്കും?
50 രൂപയായിരിക്കും. കാരണം മൊത്തം മണി സപ്ലൈ 500, ആപ്പടെ 10 കിലോഗ്രാം ഒരു അരി ഇക്കോണമിയിലുള്ളൂ, അതാണ് എല്ലാവരും മേടിക്കുന്നത്. 50 രൂപയായിരിക്കും, ₹50 ആയിരിക്കും അരിയുടെ വില. ഓക്കെ, ഇനി മണി സപ്ലൈ ഡബിൾ ചെയ്യുന്നു വിചാരിച്ചു 1000 രൂപയിലേക്ക്. അന്നേരം നമുക്ക് ഇക്കോണമിയിൽ മൊത്തം 1000 രൂപ മണി സപ്ലൈ. പക്ഷേ നമുക്ക് അന്നേരം ഇക്കോണമിയിൽ നമ്മൾ വിചാരിക്കുകയാണ് അരിയുടെ പ്രൊഡക്ഷൻ ഒന്നും കൂട്ടിയിട്ടില്ല, അതുപോലെ തന്നെയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1 കിലോ അരിയുടെ വില എത്രയോ നിങ്ങൾക്കറിയാം, എത്രയോ? 100 രൂപയോ, ശരിയല്ലേ? സോ മണി സപ്ലൈ ഡബിൾ ചെയ്യുമ്പോൾ അരിയുടെ വില 50 100 ഡബിൾ ചെയ്യും. മണി സപ്ലൈ 500 1000 ഡബിൾ ചെയ്യും. അരിയുടെ വില 50 100 ഡബിൾ ചെയ്തു. ഇപ്പം നമുക്കൊരു കാര്യം പിടികിട്ടി. എന്താണെന്നറിയോ? വെൻ ദി മണി സപ്ലൈ ഈസ് ഡബിൾഡ്, പ്രൈസ് ഓഫ് റൈസ് ബിക്കംസ് ഡബിൾഡ്. മനസ്സിലായല്ലോ? മണി സപ്ലൈ ഡബിൾ ആകുമ്പോൾ അരിയുടെ വില ഡബിൾ ആവുന്നു. നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ നമ്മൾ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ മുഴുവൻ ഇക്കോണമിയിലെ എല്ലാ സാധനങ്ങളുടെയും വിലയുടെ ഒരു നിലവാരത്തിനാണ് പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ. പ്രൈസ് ലെവൽ 5% കൂടിയോ ഇൻഫ്ലേഷൻ, 2% കുറഞ്ഞോ ഡിഫ്ലേഷൻ, ശരിയല്ലേ? മാറിയില്ല, 0% ഇൻഫ്ലേഷൻ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഇന്ത്യയിലെ ഇക്കോണമിയിലെ മുഴുവൻ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും വിലയെടുത്തിട്ട് കഴിഞ്ഞ മാസം വെച്ച് ഈ മാസം കൂടിയോ കുറഞ്ഞോ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ടൂളിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഗേജിങ്ങിന് പറയുന്ന പേരാണ് പ്രൈസ് ലെവൽ. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് ലെവൽ ഓഫ് പ്രൈസസ് ഇൻ ഇക്കോണമി. അപ്പോൾ ഇവിടെ നമുക്കൊരു കമ്മോഡിറ്റി ഉള്ളൂ, ഏതാണ്? റൈസ്. അപ്പോൾ റൈസിൻ്റെ വില കൂടിയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ലെവൽ ഇറക്കാൻ പറ്റും. അപ്പോൾ റൈസിൻ്റെ വില എങ്ങനെയാണ് സംഭവിച്ചത്? 50 100 ഇരട്ടിച്ചു. സോ പ്രൈസ് ലെവൽ ഇരട്ടിച്ചു. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ ഒരൊറ്റ കമ്മോഡിറ്റി മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്കൊരു കാര്യം പിടികിട്ടി. വെൻ ദി മണി സപ്ലൈ ഹാസ് ബീൻ എക്സ്പാൻഡഡ് എന്ന് മാത്രം പറയാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്യുന്ന ഇൻക്രീസ് ഡബിൾഡ് ഫ്രം 500 rupees to 1000 rupees. The money supply, the price level expanded also doubled. Okay, അപ്പോൾ മണി സപ്ലൈ ഡബിൾ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രൈസ് ലെവലും എന്തായി? 2 ഇരട്ടിയായി. സോ ദി പ്രൈസ് ലെവൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്? മണി സപ്ലൈ, ശരിയല്ലേ? ഇനി ഇക്യു പ്രൊപ്പോർഷണൽ ഫങ്ഷൻ നമ്മൾ പറയും. ഇക്യു പ്രൊപ്പോർഷണൽ തുല്യമായിട്ട് എത്രമാത്രം മണി സപ്ലൈ കൂടിയോ അത്രമാത്രം പ്രൈസ് ലെവൽ കൂടും. ഓക്കെ, അപ്പോൾ ആ കാര്യം പിടി കിട്ടിയല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണം. നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ ബോക്സ് എന്താണ് പറയുന്നത്? മണി സപ്ലൈ കൂടിയെന്നേ പറയുന്നുള്ളൂ. ഡബിൾ ചെയ്തോ ട്രിപ്പിൾ ചെയ്തോ നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ലെവലും കൂടും. എങ്ങനെ കൂടും? മണി സപ്ലൈ 10% കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ 10% കൂടും. ഇനി മണി സപ്ലൈ 100% കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അരിയുടെ എക്സാമ്പിളിൽ പ്രൈസ് ലെവലും 100% കൂടും. അപ്പോൾ അതിനെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ആനുപാതികമായി കൂടുക. എന്ത് കൂടുക? പ്രൈസ് ലെവൽ കൂടുക. എന്തിനനുസരിച്ച്? മണി സപ്ലൈ കൂടുന്നതനുസരിച്ച്. ഓക്കെ, എത്രമാത്രം കൂടുതലും ഇക്കോണമിയിൽ RBI കറൻസി കൂട്ടിയോ അതിന് മാത്രം സാധനങ്ങളുടെ വില കൂടും. ഓക്കെ, സോ മണി സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ പ്രൊപ്പോർഷണേറ്റ്ലി കൂടി. അപ്പോൾ എന്നാ അറിയോ? തൊഴിലാളികളെല്ലാം ഓടിപ്പോയി പറയും, എന്താ ഞങ്ങൾക്ക് അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടി, അതിനനുസരിച്ച് ഞങ്ങൾക്കും എന്ത് കൂട്ടിത്തരണം, കൂലി കൂട്ടിത്തരണം. അപ്പോൾ 100% കണ്ട് കൂലിയും കൂടും. നമ്മൾ പറഞ്ഞല്ലോ മണി സപ്ലൈ 500 എത്രയായി? 1000 ആയി, ശരിയല്ലേ? സാധനങ്ങളുടെ വില 50 എത്രയായി? 100 ആയി. തൊഴിലാളി പറയും അവർക്ക് 10 രൂപയാണ് കൂലി കൊടുക്കുന്നത്, അവർക്ക് എത്ര രൂപ കിട്ടണം? 20 രൂപ കൂലി കിട്ടണം. അവർ ഉടനെ എന്ത് ചെയ്യും? 20 രൂപയിലേക്ക് കൂലി ആവശ്യപ്പെടും. അപ്പോൾ റിയൽ വേജ് റേറ്റ് എന്താ? കോൺസ്റ്റൻറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം 10 രൂപയ്ക്ക് മേടിക്കുന്ന സാധനങ്ങൾ ഇപ്രാവശ്യം നമുക്ക് 20 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ യഥാർത്ഥ വേജ് റേറ്റിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. പേരിന് നോക്കുവാണെങ്കിൽ 10 20 എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് പർച്ചേസിംഗ് പവർ കൂടിയോ? ഇല്ല. നേരത്തെ നമുക്ക് 10 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം നമുക്ക് 1000 രൂപയ്ക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ 50 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം നമുക്ക് 100 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നേരത്തെ 30 രൂപയുടെ കൂലിക്ക് നമുക്ക് ഇപ്രാവശ്യം എത്രയായി? 20 രൂപയുടെ കൂലിയായി. അത് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ മണി വേജ് റേറ്റ് കൂടി. മണിയുടെ രൂപത്തിൽ 10 20 പക്ഷേ റിയലായിട്ട് നമുക്ക് നേരത്തെ 10 രൂപയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളല്ലേ നമുക്ക് ഇപ്പോഴത്തെ 20 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സോ റിയൽ വേജ് റേറ്റ് കൂടിയില്ല. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ കൂടാത്തതിൻ്റെ കാരണം അറിയാം? വെൻ ദി വേജ് റേറ്റ് ഇൻക്രീസസ് അറ്റ് ദി സെയിം റേറ്റ് വിത്ത് ദി പ്രൈസ് ലെവൽ. ഓക്കെ, പ്രൈസ് ലെവലിൻ്റെ മാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ച് അതേ നിരക്കിൽ പ്രൈസ് ലെവൽ 100% കൊണ്ട് കൂടി. ഓക്കെ, അതിനനുസരിച്ച് വേജ് റേറ്റ് 100% കൂടി. അങ്ങനെയാണെങ്കിൽ റിയൽ വേജ് റേറ്റ് ഒന്നും സംഭവിക്കില്ല. റിയൽ വേജ് റേറ്റ് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഫോർ റിയൽ വേജ് റേറ്റ്
to be remains constant, an increase in wage rate should be at the same rate of the increase in what we can say the price ലെവലിൻ്റെ അതേ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ പറയുന്നത്. ഒരിടത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ശമ്പളത്തെക്കാളും കൊല്ലം ശമ്പളം വേണമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം, നമ്മൾ അന്നേരം അവരോട് പറയും സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ സാധനങ്ങളുടെ വില എത്ര ശതമാനം കൂടി അത്രയും കണ്ട് എനിക്ക് കൂലി കൂട്ടിത്തരണം. സാധനങ്ങളുടെ വില 10% കൂടി, അതുകൊണ്ട് എനിക്ക് 10% കൂടുതൽ കൂടണം. അപ്പോൾ എന്ത് ചെയ്യും? കഴിഞ്ഞ പോലത്തെ അതേ സാലറി എനിക്ക് മുതലാളിക്ക് നഷ്ടമില്ല, എനിക്ക് നഷ്ടമില്ല. ആ നഷ്ടമില്ലായ്മയാണ് ഈ റിയൽ വേജ് റേറ്റ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാനുള്ള അർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റിയൽ വേജ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻകത്തിനും ഔട്ട്പുട്ടിനും എംപ്ലോയ്മെൻറ്റിനും ഒരു മാറ്റം സംഭവിക്കില്ല. ഇവിടെ അപ്പോൾ എങ്ങനെയാണ് ഇൻകത്തിനും ഔട്ട്പുട്ടിനും എംപ്ലോയ്മെൻറ്റിനും ഒരു മാറ്റം സംഭവിക്കാതെ റിയൽ വേജ് റേറ്റ് മാറാതിരിക്കുവാണെങ്കിൽ അത് ഇത് തമ്മിൽ എന്താണ് കണക്ഷൻ? ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നം വരാം, ഞാനത് പറഞ്ഞുതരാം. എന്താണെന്നറിയാം? അപ്പോൾ റിയൽ വേജ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മൾ വിചാരിക്കുക പഴയ അത് വേജ് റേറ്റാണെന്ന് വിചാരിക്കും, 10 രൂപ മാത്രമാണ് കൊടുക്കുന്നത്, 20 രൂപ കൊടുക്കുന്നില്ല. സാധനങ്ങളെല്ലാം വില കൂടി. എന്തുകൂടി? 500 രൂപയിൽ നിന്ന് 50 രൂപ 100 രൂപയിലോട്ട് കൂടി. അപ്പോൾ എന്താ പറയുക, ബിസിനസ്സുകാരന് അയാൾക്ക് മനസ്സിലാവും 10 രൂപ മാത്രമേ തൊഴിലാളി കൊടുക്കുന്നുള്ളൂ, ഭയങ്കര ലാഭമാണ്. അതേസമയം ബിസിനസ്സുകാരന് 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കാൻ പറ്റുന്നത്, ഇരട്ടിയായിട്ടോ. അപ്പോൾ എന്താ പറയുക, 10 രൂപ വേജ് റേറ്റെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയോ? 20 രൂപയ്ക്ക് കൂടിയില്ലല്ലേ. ഈ ബിസിനസ്സുകാർ കൂടുതൽ തൊഴിലാളികളെ അപ്പോയിൻറ്റ് ചെയ്യും, 10 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്നാ അറിയോ, കൂടുതൽ തൊഴിലാളികളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ വരും. എന്തുവരും? പ്രൊഡക്ഷൻ വരും. ശരിയല്ലേ? പ്രൊഡക്ഷൻ വരും, എംപ്ലോയ്മെൻറ്റ് വരും, ഇൻകം വരും, കൂടുതൽ പ്രൊഡക്ഷൻ വരും, കൂടുതൽ ഔട്ട്പുട്ട് വരും. അതെല്ലാം സംഭവിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കാരണം വേജ് റേറ്റ് എത്ര കൂട്ടി? 20 കൂട്ടി. കൂടുതൽ എംപ്ലോയി ചെയ്തോ ആൾക്കാരെ ഇല്ല. കാരണം പഴയ വേജ് റേറ്റ് തന്നെ കൂടിയ വേജ് റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. റിയൽ വേജ് റേറ്റ് മാറ്റില്ല. അപ്പോൾ നമ്മൾ തൊഴിലാളികളെ കൂടുതലായിട്ട് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. തൊഴിലാളിയുടെ കൂലി കൂടി. അതുകൊണ്ട് നമ്മളാരും കൂടുതൽ എംപ്ലോയി ചെയ്യുന്നില്ല, നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ ഇക്കോണമിയിൽ ഔട്ട്പുട്ട് കൂടുന്നില്ല. എല്ലാം റിമെയിൻസ് ദി കോൺസ്റ്റൻ്റ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മണി സപ്ലൈക്ക് നമ്മളിവിടെ മനസ്സിലാകും, മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവൽ കൂടുന്നു പ്രൊപ്പോർഷനേറ്റ്ലി. അന്നേരം തൊഴിലാളികൾ കൂലി കൂടുതൽ വേണമെന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ടെന്ന് പറയുക വേജ് റേറ്റിന്, റിയൽ വേജ് റേറ്റിന് ഒരു മാറ്റമില്ല. അതുകൊണ്ട് ഇൻകത്തിനും ഔട്ട്പുട്ടിനും എംപ്ലോയ്മെൻറ്റിനും ഒരു മാറ്റമില്ല. അപ്പം നമ്മളോട് പറയുന്നതെന്ന് അറിയാം, നമ്മൾ പറയുന്നത് ഈ ഡൈക്കോട്ടമിക്കകത്ത് പറയുന്നത് നോമിനൽ ഫാക്ടേഴ്സ് റിയൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് നോമിനൽ ഫാക്ടേഴ്സ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് നോമിനൽ ഫാക്ടേഴ്സ്. അതിന് ഈ റിയൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. വേജ് റേറ്റ് അതുപോലെ തന്നെ നിന്നു, ഇൻകം ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റ് അതുപോലെ നിന്നു. എന്താണ് മാറിയത്? മണി സപ്ലൈ. മണി സപ്ലൈ എന്താണ്? ഇറ്റ്സ് എ നോമിനൽ ഫാക്ടർ. ഓക്കെ, മണി സപ്ലൈ ഇസ് എ നോമിനൽ ഫാക്ടർ. എ മണി സപ്ലൈ which is a nominal factor when it is increased, price level also increased, nominal wage rate also increased proportionately with the changes in the price level at the same rate, so that because of the proportionate change in nominal wage rate, there is no change in real wage rate is a real factor. There is no change in income, that is also a real factor. There is no change in output, that is also a real factor. There is no change in employment also, that is also a real factor. So a change in the nominal factor, let me delete all this. Okay, മാറ്റിക്കോട്ടെ, വരുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, എ ചേഞ്ച് ഇൻ നോമിനൽ ഫാക്ടർ cannot bring a change in real factors. That is what the classical dichotomy says. There is separation of these two sectors. Which two sectors? The nominal sector and the real sector. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. 8ാമത്തെ ഫീച്ചറായിട്ട് പരീക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അതിനേക്കാൾ ഉപരി നമുക്ക് നിങ്ങൾ മാക്രോ പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ക്ലാസിക്കൽ ഡൈക്കോട്ടമി എക്സ്പ്ലെയിൻസ് എക്സിസ്റ്റൻസ് ഓഫ് ടു സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് വിത്തൗട്ട് മ്യൂച്വൽ ഇൻഫ്ലുവൻസ്. Here dichotomy means the monetary sector or variables cannot influence the real sector or variables. Or in other words, there is dichotomization. What is dichotomy? Dichotomy is separation between the real sector and the monetary sector. That is shown or explained in this box. By heart this, not just by heart, you have to understand. Once you understand, you can easily reproduce in the examination paper. Okay, so ഈ കാര്യം ഡീറ്റെയിലോ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് എന്തിനുള്ള പോലെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഡൈക്കോട്ടമിക്ക് ഒരു ഡയഗ്രാം, ഒരു സ്റ്റാൻഡേർഡ് ഡയഗ്രാം. ഈ ഡയഗ്രാം പറയുന്നതെന്ന് അറിയാം, നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മണി ഉള്ള അവിടെ വന്നില്ല. നമുക്കറിയാം ഈ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇരട്ടി മണി അടിക്കുകയാണ്. എന്നാ സംഭവിക്കും? ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഒറ്റ കാര്യം സംഭവിക്കുന്നുള്ളൂ, മണി സപ്ലൈ കൂടും, ഇരട്ടിയാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? സാധനങ്ങളുടെ വിലയെല്ലാം കൂടെ ഇരട്ടിയാവും. അല്ലേ? നമുക്ക് കുറച്ച് മനസ്സിലാവും. അതായത്
സാധനങ്ങളുടെ വില കൂടിയെന്നല്ല, ഇഷ്ടംപോലെ മണി സപ്ലൈ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളുടെ വില കൂടി വരും. അത് ഇക്കോണമിയിലൊരു വർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുമോ, കൂടുതൽ നോട്ടടിച്ചാലും സാധനങ്ങളുടെ വില കൂടുകയുള്ളൂ, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. വേറെ എന്തെങ്കിലും കുഞ്ഞൊക്കെ സംഭവിക്കും. പക്ഷേ അതൊക്കെ ഫോർ ദ ടൈമിങ് ദ ഓൺലി important thing that can occur as a result of expansion of money supply is increasing the price level, understandably. അപ്പോൾ മണി സപ്ലൈ കൂടുമ്പോൾ എന്താ പ്രൈസ് ലെവൽ കൂടും. സെൻട്രൽ ബാങ്ക് കൂടുതൽ പണം അടിക്കുമോ? ഇല്ല. പണം അടിച്ചാൽ ഇതാണ് നമ്മളതിനെ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഭയങ്കരമായിട്ട് വില വർധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഈ നമ്മുടെ ഇക്കോണമി ഇരിക്കുന്ന മണിയുടെ അളവും ക്വാണ്ടിറ്റി ഓഫ് മണി ഇക്കോണമിയിലെ പ്രൈസ് ലെവലും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ക്ലാസിക്കൽ തിയറി പറയുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ സാധനങ്ങളുടെ വില നിലവാരം, അതും ഇക്കോണമിയിലെ മണി സപ്ലൈ. നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. ആരും നമ്മളോട് പറഞ്ഞു തരുമൊന്നും വേണ്ട, നമുക്ക് ചിന്തിച്ചറിയാം. ഒരു സെക്കൻഡേ, കുട്ടിയായിട്ട് പറ്റിയിട്ട് നമുക്ക് ചിന്തിച്ചറിയാം. എന്താ ചിന്തിച്ചറിയാമെന്നേ? അതായത് മണി സപ്ലൈ കൂടും തോറും പ്രൈസ് ലെവലും കൂടും, സാധനങ്ങളുടെ വിലയും കൂടും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഡയഗ്രമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആ ഡയഗ്രാം ഭയങ്കര സിമ്പിളാണ്. എവറി ഡയഗ്രാം ടെൽസ് എ സ്റ്റോറി അപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രവും ചില കാര്യങ്ങൾ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് എന്താണ് നമുക്ക് വിവക്ഷിക്കാൻ പറ്റുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ മനസ്സിലാക്കൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് ദി പ്രൈസ് ലെവൽ. വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു? വൺ തിങ് ഈസ് വെരി ഷുവർ. ഓക്കെ, വൺ തിങ് നമുക്കറിയാം, ആദ്യം മാറുന്ന ക്വാണ്ടിറ്റി ഓഫ് മണിയാണ്. മണിയുടെ സപ്ലൈ കൂടുന്നതനുസരിച്ച് പ്രൈസ് ലെവൽ മാറും. അങ്ങനെയാണല്ലോ ആദ്യം ഏത് മാറുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ട് ആക്സ് കൊടുത്തിട്ട് ആക്സിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ എന്തിനെ ആശ്രയിക്കുന്നു പറയുന്നില്ല. പക്ഷെ നമുക്കിവിടെ പറയുന്നുണ്ട് പ്രൈസ് ലെവൽ ഈസ് എ ഫങ്ഷൻ ഓഫ് മണി സപ്ലൈ. നമ്മൾ എം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, യു ടേക്ക് ഇറ്റ് എസ് എം ഓർ എം എസ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് മീൻസ് മണി സപ്ലൈ. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ആശ്രയിക്കുക. കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫംഗ്ഷൻ ഓഫ് വാട്ട്, ഇൻകം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഇല്ലേ, പഠിച്ചു അല്ലേ? പഠിച്ചായിരുന്നു, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു. സോ കൺസംഷൻ ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇത് ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൈസ് ലെവൽ എന്തിനെ ആശ്രയിക്കുന്നു? മണി സപ്ലൈ ആശ്രയിച്ചിരിക്കുന്നു. പ്രൈസ് ലെവൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ. പ്രൈസ് ലെവൽ എന്തിനെ ആശ്രയിക്കും? മണി സപ്ലൈ. ഇതാണ് മണി സപ്ലൈ, ഇതാണ് പ്രൈസ് ലെവൽ. അപ്പോൾ ഈ പ്രൈസ് ലെവൽ എങ്ങനെ മാറും? ഈ ക്വാണ്ടിറ്റി ഓഫ് മണി മാറുന്നതനുസരിച്ച് മാറും. ഇവിടെ ഒരു 45 ഉണ്ട് കേട്ടോ, 5 കുറേ കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഞാൻ വരച്ചപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചതാണ്, ഞാൻ തന്നെ വരച്ചത് കേട്ടോ. ഓക്കെ, ദെൻ ദിസ് ഈസ് എ 45 degree ലൈൻ, വിച്ച് ഷോസ് ദിസ് ലൈൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്നാണ് കുഴപ്പമാണ്, ബിറ്റ്വീൻ പി ആൻഡ് എം. ഓക്കെ, പി ആൻഡ് എം. അപ്പോൾ പിയും എമ്മും തമ്മിലുള്ള ബന്ധം എവിടെയാണ് കാണിക്കുന്നത്? പി എന്താണ് പ്രൈസ് ലെവൽ, എം എന്താണ് മണി സപ്ലൈ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ മണി സപ്ലൈ ഇതാങ്ങി വയ്ക്കുക 5%, 50 രൂപ, നമ്മളെന്താ പറയുക 5% കൊണ്ട് കൂട്ടിയെന്ന് വിചാരിച്ചു. പ്രൈസ് ലെവലും 5% കൂടും. ഇത് തന്നെയാണ് ഇത്, ഇത്രയും ദൂരം തന്നെയാണ് ഇത്രയും ദൂരം. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കും, 10% കൊണ്ട് കൂട്ടിയെന്ന് വിചാരിച്ചു ക്വാണ്ടിറ്റി ഓഫ് മണി. ഇതാ ഇത്രയും ദൂരം പ്രൈസ് ലെവലും 10% കൂടും. മനസ്സിലായല്ലോ? ദി ഏരിയ ബിറ്റ്വീൻ ദിസ് പോയിൻറ്റ് ആൻഡ് ദിസ് പോയിൻറ്റ് വിൽ ബി ഈക്വൽ ടു ഏരിയ ബിറ്റ്വീൻ ദിസ് പോയിൻറ്റ് ആൻഡ് ദിസ് പോയിൻറ്റ്. നമ്മളൊരു പേര് പറയും എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ ഡി ഇ വിൽ ബി ഈക്വൽ ടു ബി സി. അതെല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഏരിയയിലെ നമ്മൾ എ ബി, ഇത് നമുക്ക് സി എൻ്റെ വരയൊക്കെ വെച്ച് മോശം, സി എന്നിടാം. ഓക്കെ, ഡി ഇ എന്ന് പറയും. നമ്മൾ ഇതായിരുന്നു ആദ്യത്തെ പോയിൻ്റ്, പോയിൻറ്റ് 1, പോയിൻറ്റ് 2. ഓക്കെ, സോ പോയിൻറ്റ് 1 എ ബി ഈസ് ഇക്വൽ ടു ഡി എ ആണ്. പോയിൻറ്റ് 2 നമ്മൾ മണി സപ്ലൈ കൂട്ടുക, ബി സി കണ്ട് മണി സപ്ലൈ കൂട്ടുക. അന്നേരം എന്താ ഈ പ്രൈസ് ലെവൽ ഡി ഇയിലെ കണ്ട് കൂടും. സോ ബി സി ഈസ് ഇക്വൽ ടു ഡി ഇ. The distance between BC and DE are the same. BC is equal to DE. That means പ്രൈസ് ലെവൽ എങ്ങനെ കൂടി? പ്രൈസ് ലെവൽ കൂടിയത് എങ്ങനെയാണ്? അറ്റ് ദി സെയിം റേറ്റ് ഓഫ് വാട്ട് വി ക്യാൻ സേ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി. ഓക്കെ, മണി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് ഈക്വൽ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ്. പ്രൊപ്പോർഷൻ എന്നല്ല, ഈക്യു എന്ന് പറഞ്ഞാൽ എന്താ? തുല്യം. ദർ ഈസ് ഈക്വൽ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് between quantity of money and the general price level. Okay, this is what this diagram says, and this diagram has an axis of 45 degree. 45 degree കട്ട് ചെയ്ത് പോവുക ഈ ഒരു ലൈൻ, which shows the relation between quantity of money and the general price level. So this is what the classical
ഡൈക്കോട്ടമി സേസ് ആൻഡ് ദിസ് ഓൾഡ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. നിങ്ങൾ പിന്നീട് പഠിക്കും. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നതാണ് ദർ ഈസ് ഈക്വൽ പ്രൊപ്പോർഷണൽ റിലേഷൻ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് മണി തിയറി ഓഫ് മണി ഈസ് നോട്ട് എ theory, a common sense factor you can easily understand or you can easily explain. അല്ലേ, നമുക്കാണെങ്കിൽ 5ാം ക്ലാസ്സിലെ പിള്ളേരോട് പറഞ്ഞാൽ പോലും നമുക്ക് ഈ കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് അവർ നമ്മളോട് പറയും. ഓക്കെ, നമ്മൾ എത്ര മണി സപ്ലൈ ഇരട്ടിച്ച് കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ ഇരട്ടിക്കും, ശരിയല്ലേ? അക്കാര്യം ഈ ക്വാണ്ടിറ്റി തിയറി പറഞ്ഞല്ലോ. സോ ദിസ് ഈസ് എ സിമ്പിൾ റിലേഷൻഷിപ്പ്, സിമ്പിൾ റിലേഷൻ ദാറ്റ് ഷോസ് the nature of relation between the quantity of money and general price level, and which is called the quantity theory of money, and that is able to explain the classical dichotomy. എന്താണെന്ന് അറിയാം, ഡൈക്കോട്ടമി ഇതാണെന്ന് അറിയാം. നമ്മൾ എത്ര കണ്ട് മണി സപ്ലൈ കൂട്ടിയാലും പ്രൈസ് ലെവലേ കൂടുള്ളൂ. എന്ത് കൂടുതല? റിയൽ വേജ് റേറ്റ് കൂടിയല്ല, ഇൻകം കൂടിയല്ല, ഔട്ട്പുട്ട് കൂടിയല്ല, എംപ്ലോയ്മെൻറ്റ്. ദീസ് റിയൽ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് because because of any expansion of money supply, the price level and the nominal wage rate increase at the same rate. Okay, 20% here, 20% price level, 20% increase in wage rate, and there is no change in real wage rate, no change in income, no change in output, and no change in employment as well. Okay, this is what the classical dichotomy says. In conclusion, I would like to repeat once again, what is that? There is separation between the two sectors, the two important sectors in the economy, the nominal sector, the real sector, and the nominal sector cannot influence real sectors. Okay, so this is what the classical dichotomy tells us. Okay, so that's enough about classical dichotomy, and that's all about the different features of the classical theory, including the last one, the classical dichotomy, the previous one, ഇതിന് മുമ്പുള്ള എന്താണ്, ഇത് ഓട്ടോമാറ്റിക് വർക്കിംഗ് വിത്ത് ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ നിങ്ങളിതെല്ലാം വായിക്കണം, പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും എന്താണ് ക്ലാസിക്കൽ തിയറി, എന്താണ് ക്ലാസിക്കൽ തിയറിയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ച് പഠിക്കാം. ഈ ക്ലാസ് നമുക്കിപ്പം നിർത്താം. എന്താണെന്ന് പറയുക, എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. പിന്നെ അല്ലാതെ എന്താണ് വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഇതല്ലാതെ ഇപ്പം തന്നെ പറയേണ്ടതുണ്ട്, നമ്മുടെ PTA മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ. സോ ഞാനിപ്പം നിർത്തുവാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ.